അസ്സലാമു അലൈക്കും. ഇന്ന് 27 മാർച്ച് 2026. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് തോന്നുന്നു. വെള്ളിയാഴ്ച. അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് പറയാനുള്ളത്. അതായത് പൊതുജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെ 3 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവരെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒരു ജോലിയും ചെയ്യാണ്ട് കേരളത്തിലെ ഒരു ജനങ്ങളുടെ പുരോഗമന ചിന്താഗതിക്കുള്ള തൊഴിൽ സ്ഥാപനങ്ങൾ കൊടുക്കാതെ, പിന്നെ ബസ് റൂട്ടുകൾ അനുവദിക്കാതെ, അതുപോലെ പോലീസ് കേസുകൾ പരിഗണിക്കാതെ, വെറും അശ്ലീലങ്ങൾ കൊണ്ട് നടന്ന് അതുകൊണ്ട് വേറൊരുത്തനെ നിരപരാധിയായിട്ടുള്ളവനെ കൊടുക്കാൻ വേണ്ടി, അതുപോലെ പരസ്പരം പാരവെക്കാൻ വേണ്ടി ഒരു സമൂഹം ഇന്ന് ഒരു വീട്ടിൽ 15 പേരും ക്യാൻസർ രോഗികൾ, 8 പേരും ക്യാൻസറുള്ള ആളുകൾ, പിന്നെ 3 ആളുള്ളവർ ക്യാൻസർ രോഗികൾ, 2 ആളുള്ളവർ ക്യാൻസർ രോഗികൾ എവിടെ എത്തുന്നു എന്ന് നോക്കണം. എന്നിട്ട് ഇവർ വിവിധ തരം കാര്യങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ ഡോക്ടർമാർ പറയണത് ഞങ്ങളുടെ മരുന്നാണ് ഏറ്റവും വലിയ ശരി. മറ്റോൻ്റെ നിങ്ങൾ അവിടുന്ന് രേഖ, സർക്കാർ രേഖയൊന്നും ഇല്ലാണ്ട് കൊടുത്തിട്ട് അത് കഴിച്ചിട്ട് അതിൻ്റെ താറേണ്ട, ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇതാരാ പറയുന്നതെന്ന് നിങ്ങൾ പറയുമോ? ഷുഗറിന് വേണ്ടി 200 കൊല്ലം ഗുളിക കഴിച്ചിട്ട് മാറാത്തവർ, അതുപോലെ കിഡ്നിയുടെ രോഗത്തിന് 10,000 തവണ ഡയാലിസിസ് ചെയ്തിട്ട് നടക്കാത്തവർ, അതുപോലെ മുറി ഉണ്ടായിട്ടും ഷോൾഡർ വേദന ഉണ്ടായിട്ടും പിന്നെ 50 കൊല്ലം 80 കൊല്ലമായിട്ട് നടക്കാത്തവർ, മുട്ട് വളയേണ്ട മൂലക്കെ ഇരിക്കുന്നവർ, കയ്യിൻ്റെ വിരലിൻ്റെ തല ഇപ്പം ഇതായാലും അതിന് പിന്നെ ഷുഗറിൻ്റെ റിപ്പോർട്ട് പഠിക്കണം. ഇവരാണ് ഈ പറയുന്നത്. ആരെ പറയണത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആവശ്യമില്ലാത്ത പണികളാണ് കേട്ടോ. ഇവിടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ ചെയ്തിരുന്ന നമ്മുടെ ഒരു പിന്നെ റാവുത്തം നെയ്ത്തൻ കാലുമ്പോൾ 2 മുറിയുണ്ട്, അത് ഉണങ്ങുന്നില്ല. അല്ല, ഞാനെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനൊരു മനുഷ്യാശി എന്ന നിലയ്ക്ക് ചെറിയ 2 മുറിയല്ലേ സാരില്ല കണക്കാക്കിയിട്ട് അതിൽ ലേശം മരുന്ന് വെച്ചാൽ അപ്പോൾ ഇയാളെ കാലുമൊക്കെ നീരായിട്ട് കംപ്ലീറ്റ് ഇരിക്കുക. അതൊരു 10 മിനിറ്റ് നേരം കൊണ്ട് ആ നീരൊക്കെ പോയി. അപ്പോൾ ഈ ബാക്കിയുള്ള ലെവലെന്താക്കുക, ഒരു നന്ദി പറയാനുള്ളൊരു മനസ്ഥിതി പോലും കേരളത്തിലുള്ള ഒരു മുസ്ലിം പണ്ഡിതന്മാർക്കോ ഒരു മനുഷ്യർക്കും ഇല്ല. ഈ നുണയും പിത്തനയായിട്ട് നടന്ന് പടച്ചോനെ വെല്ലുവിളിക്കുക. ഇപ്പോൾ ശിഹാബ് തങ്ങളുടെ അശ്ലീലങ്ങൾ കയറ്റി വിട്ടു. ഇപ്പോൾ പുതിയതുള്ള കാര്യം പറയാം. ഇപ്പോൾ ഒരാഴ്ചയിലേ ആയിട്ടുള്ളൂ. അതിൻ്റെ മുമ്പ് പിന്നെ 2016 മരിച്ച മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അശ്ലീലം, പിണറായി വിജയൻ്റെ അശ്ലീലം ഇടയിൽ ഈ പിന്നെ ഫോണിൽ കൂടെ ഒരു കട്ട് ചെയ്തിട്ട് ഇടയിൽ കയറ്റാൻ പാടുണ്ട്. ഞാനതിന് ചെയ്യാനിലേക്കതായിട്ട് അറിയില്ല, അത് സംഭവം ചെയ്യില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട കെ സുരേന്ദ്രൻ്റെ മകൾ നിൽക്കുന്നതിൻ്റെ അടിയിൽ അങ്ങനെ കൊടുത്തിട്ടു. അങ്ങനെ ഈ സാധനം എവിടുന്നേ കയറി എന്ന് അവർ പരിശോധിച്ച് നോക്കുമ്പോൾ ഖത്തറിന്നാണ് കയറിയത്. ഞാനുള്ളത് ഇവിടെ എൻ്റെ ഐഡിയയിൽ കയറിയത്, എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയിട്ട് കയറിയത് ഖത്തറിന്നാണ്. അതിൻ്റെ 2ാമത് സമ്മാനം പറഞ്ഞ് ഇങ്ങോട്ട് UAE കൊടുന്നാൽ നമുക്ക് വിറ്റ് കാശാക്കാമെന്ന്. ആരാ ചെയ്യണേ? നമ്മുടെ കേരളത്തിലുള്ള തങ്ങന്മാരും പണ്ഡിതന്മാരും ഔലിയാക്കന്മാരുമായി ചെയ്തത് വളരെ വൃത്തിയായിട്ട്. ഇപ്പം ഞാൻ ഈ പറയണത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. കാരണം പിന്നെ ശിഹാബ് തങ്ങളെ ഈ കേസിൽ കുടുക്കിയത് അതേ ലീഗുകാരാണ്. അപ്പം ലീഗുകാരും തങ്ങന്മാരും മതപണ്ഡിതന്മാരൊക്കെ വിവിധ തരം മോശങ്ങളാണ്. കുറ്റം പറഞ്ഞാൽ കുറ്റം പറയാൻ സമയം തികയില്ല. മനസ്സിലായോ? ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ ഒരു ഇസ്സത്ത്, മനുഷ്യമൂല്യത്തിൻ്റെ ഇസ്സത്തൊന്ന് നോക്കി വയ്ക്കുന്നത് എന്തായിരുന്നു ആ സാധാരണ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അപ്പോൾ അവിടെയാണ് ഒരു കാര്യങ്ങളുള്ളത്, പൊതുജനം ചിന്തിക്കാത്ത വിഷയം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനിയും വേറെ ഒന്നും കൂടിയുണ്ട്. ഇത്തവണ നമ്മുടെ ഇലക്ഷൻ വരാൻ പോവാണ്. BJPയെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ പൊതുജനം പടുകുഴിയിലാണ്. അതിന് ഇനിയൊരു കാരണം കൂടിയുണ്ട്, നിങ്ങൾക്ക് അറിയാത്തൊരു കാരണം കൂടിയുണ്ട്.
നമ്മുടെ നാട്ടിലെ പട്ടികളെ വെടിവെച്ച് പട്ടികൾക്ക് വിഷം വെച്ച് കൊല്ലാൻ പാടില്ല. അതിന് റൈറ്റില്ല, നിയമമില്ല. നിയമം നിങ്ങൾ പട്ടികളെ കൊന്നാൽ നിങ്ങളെ അടിച്ചു കൊല്ലും. നിങ്ങളുടെ കുട്ടികളെ 10,000 കുട്ടികളെ പട്ടികൾ കൊന്നാലും അതിന് നിയമമില്ല, നടക്കില്ല. പിന്നെ BJP സർക്കാരും സുപ്രീം കോടതി 2-3 തവണ പറഞ്ഞെങ്കിൽ അവൻ അതിൽക്കും വലിയ വെള്ളം വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് അങ്ങനെയല്ല അങ്ങനെയാണെന്നാക്കി. ഇപ്പോൾ പുതിയ സമ്പ്രദായം, അതായത് ഇന്ന് മാർച്ച് 27-ാം തീയതി, ഈ കഴിഞ്ഞ 24-ാം തീയതി ഇതേ സുപ്രീം കോടതിയിൽ മെഡിക്കൽ കൊടുത്തിട്ടുള്ള ഒരു ഫയലിൽ ഒപ്പുവെച്ചിട്ട് ജഡ്ജിമാർ പറഞ്ഞു, നിങ്ങളെല്ലാവരെയും പോയസം കുത്തിവെച്ച് കൊല്ലുന്നതിൽ വിരോധമില്ല. അത് നടന്നു വരികയാണ്. അതായത് പട്ടികളെ കൊല്ലാൻ ഒരുപാട് നിയമം സംരക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പട്ടികളെ കൊല്ലാൻ പാടില്ല, കടിച്ച പട്ടികളെയും കൊല്ലാൻ പാടില്ല. ഞാനതിന് മരുന്ന് വെക്കുന്ന ആളെ ഒരൊറ്റ തവണ മരുന്ന് വെച്ചാൽ മതി, പിന്നെ നിങ്ങൾക്കത് ഇതൊന്നും വരില്ല. പക്ഷേ ഈ ഒറ്റ തവണ മരുന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ ഒറ്റ തവണയാണ്, എൻ്റെ കാര്യത്തിൽ ഒരു തവണയല്ല. കാരണം ആദ്യം മുറിക്ക് മരുന്ന് വെച്ച്, അതായത് നിങ്ങൾ വേറെ പിന്നെ ഈ മുറിയേറ്റ് വരുമ്പോൾ 2-3 തരം സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് വേണം വരാൻ, എന്നിട്ട് ഉണങ്ങിയിട്ടേക്ക് ഇത് വെക്കാൻ പറ്റുള്ളൂ. ആദ്യം വെച്ച് രണ്ടാമത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങളെ മേല് ഫുള്ളായിട്ട് മുന്നിലും പിന്നിലും ഫുള്ളായിട്ട് പറ്റണം. അത് കഴിഞ്ഞ് നിങ്ങളെ ഉള്ളിലേക്ക് 1/2 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ മരുന്ന് നോക്കണം. അത് ആൾക്കനുസരിച്ചിട്ടാണ് ഈ 1/2 ലിറ്റർ. വലിയ ആളാണെങ്കിൽ 1 ലിറ്ററിലധികം മരുന്ന് നോക്കണം. അതിന് പൈസക്കൊക്കെ ചിലവുണ്ട്, അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം ഇതിന് 1.25 ലക്ഷം രൂപ ചിലവില്ലാണ്ട് നടക്കില്ല. അതവിടെ നിൽക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് പത്തിയും കിത്തിയൊന്നും ഇതുവരെ ഞാൻ കണ്ടതിലില്ല. ഇനിയിപ്പോൾ വേറെ വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതുവരെ ഞാൻ വെച്ചോടത്തോളൊന്നും പത്തി ഉണ്ടായിട്ടില്ല. മാത്രമല്ല ആ സാധനം അവിടെയാണ് കഴിഞ്ഞു. അതുപോലെ പാമ്പ് കടിച്ചിട്ട് ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ മരിച്ചു എന്ന് നിങ്ങൾ കരുതണ്ട. മരിക്കില്ല. മരിക്കണമെങ്കിൽ ഒരുപാട് കാലം അതിൽ കിടക്കണം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനിതൊക്കെ എങ്ങനെ സമ്മാനമായി കണക്കാക്കണമെന്ന് വെച്ചാൽ, കാലങ്ങൾക്ക് മുമ്പ് കൈപ്പുറത്ത് ഇതുപോലെ ബമ്പാല അടിച്ചിട്ട് ഒരു വീട്ടമ്മ, അതായത് ഗർഭത്തിലിരിക്കുന്നൊരു വീട്ടമ്മ മരിച്ചെന്ന് പറഞ്ഞ് മറവ് ചെയ്തു. അതുപോലെ പഴയ കഥയാണ്. മറവ് ചെയ്ത് അങ്ങനെ പോയി. ഒരു 5-8 മാസം കഴിഞ്ഞിട്ടപ്പോൾ വേറൊരാൾ മരിച്ചപ്പോൾ കബർ കുഴിക്കാൻ പോയത് ഈ കബറിൻ്റെ തൊട്ടിട്ടാണ്. കബറിൻ്റെ തൊട്ടിട്ട് കബർ കുഴിക്കണ സമയത്ത് ഇതിൽ ഈ കബറിൽ കല്ലുണ്ടാവും. ഈ കല്ലും വന്നിട്ട് പഠിച്ചപ്പോൾ മറ്റേ കബർ ഓട്ടയെന്ന് മാത്രമല്ല, ഇത് കൂടെ ഇങ്ങനെ കേൾക്കണ ഞരങ്ങലും മുള്ളലും കേൾക്കുക. കബറിന് ഞരങ്ങലും മുള്ളലും കേൾക്കാകുമ്പോൾ പോലെ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ആ ആളോട് പറഞ്ഞ് ഈ ആളോട് പറഞ്ഞ് എന്തായാലും ആ കബർ പൊളിക്കാമെന്നും ഈ മയ്യത്ത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്നും ആയി. അപ്പോൾ ഈ കബറിൽ ഇപ്പോൾ ഈ നിരക്കും മോളും കേൾക്കണ കബറിൽ മയ്യത്ത് മറ ചെയ്തിട്ട് ഇവർ സുമാറ് ഡേറ്റിൽ 5-6 മാസം എല്ലായിടത്ത് കണക്ക് രേഖയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ഒന്നും അതല്ല നോക്കിയത്. അത് നോക്കാൻ സമയമില്ലല്ലോ നമുക്ക്. നമ്മൾ പട്ടിയുള്ള മാതിരി ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എടുത്ത് നോക്കുമ്പോൾ ഈ അമ്മ പ്രസവിക്കാനായിട്ടുണ്ട്. ഈ അമ്മക്ക് യാതൊരു കേടുമില്ല, ഈ കുഞ്ഞിനും കേടില്ല. അവരത് പിന്നീട് രക്ഷപ്പെട്ടു. എന്നിട്ടും എൻ്റെ സമൂഹമേ നിങ്ങൾ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഥയാണ്. ഇത് കൈപ്പുറ ഏരിയയിൽ ആ കാലത്ത് സംഭവിച്ചുള്ളതാണ്. അതായത് ഏകദേശം എൻ്റെ ചെറുപ്പം വരുന്നതിൻ്റെ മുമ്പ് പറ്റിയുള്ള. ഇത് ഒന്നിലൊന്നല്ല, ഇംഗ്ലീഷ് മരുന്നുകാർ കാലങ്ങളായിട്ട് എല്ലാവരെയും അടപ്പിച്ച് നുണ പറഞ്ഞിട്ട് ഇവരെന്തോ ഒരു സംഭവം. ഇന്നലെ എൻ്റെ അടുത്തിരുന്നിട്ട് 2 ആൾക്കാർ പറയുകയാണ്, നിങ്ങൾ എവിടുന്നോ എന്തോ സാധനം വെച്ചിട്ട് പറ്റിക്കുന്ന ആൾക്കാരുള്ളൂ നമ്മുടെ നാട്ടിലെ. യഥാർത്ഥക്കാരൻ പറഞ്ഞാൽ ആരും കേൾക്കൂല, അവന് വിരാന്താണെന്ന്. എന്നിട്ട് ഇവരെ സമൂഹത്തെ പറ്റിക്കാണ്ട് നല്ല ഡ്രസ്സ്, നല്ല ഇത്, മൂക്കിൽ മാസ്ക്, കയ്യുമ്മ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇവരോട് പറഞ്ഞാൽ ഇവർ വേഗം വിശ്വസിക്കും. എന്താ കാരണം? അത് 100% തട്ടിപ്പാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണുന്നുണ്ട്, എൻ്റെ മുഖം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൽ കലർപ്പില്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു കലർപ്പില്ല. അവൻ പറയാനുള്ളത് അവൻ്റെ ശരിക്കുള്ള മുഖത്ത് നേരെ തന്നെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. കയ്യുമ്മ ഗ്ലൗസില്ല, ഉള്ള കളർ കണ്ടു. ഇതുപോലെ ഗ്ലൗസും ഈ സൈപ്പും ഒന്ന് മാറിയാൽ
മറ്റുള്ളവരെ മൂടി കണ്ടാലറിയില്ല. പിന്നെ എന്താ വിചാരിച്ചാൽ ഇപ്പോഴത്തെ ഒരു വിഷയം എന്താ വിചാരിച്ചാൽ പിന്നെ 3-4 വിഷയങ്ങളുണ്ട്. നിങ്ങളെ 1-2 ദിവസം ആക്സിഡൻറ്റ് പറ്റുകയോ ഓർമ്മ നഷ്ടപ്പെടുകയോ ചെയ്താൽ നിങ്ങളെ പോയസം കുത്തിവെച്ച് കൊല്ലും. എന്നിട്ട് നിങ്ങളുടെ വീട്ടുകാരെ അടുത്ത് മുഴുവൻ സമ്പത്ത് എടുക്കണല്ലോ. മുഴുവൻ വീട്ടുകാരെ മാത്രമല്ല നാട്ടുകാരെ മുഴുവൻ എടുക്കണം. അതിനവരെന്താ ചെയ്യുക? എമർജൻസിയാണ്, ആ ഓപ്പറേഷൻ വേണം, ഈ ഓപ്പറേഷൻ വേണം. അതൊരു 15,000 മില്യൺ കോടി അമേരിക്കൻ ഡോളറാവുണ്ട്. മറ്റേതിന് ചെക്ക് ചെയ്യാൻ 8,000 മില്യൺ കോടിയാണ്. ഇതൊക്കെ വാങ്ങിയിട്ട് ശരിയാക്കി ചെയ്യാൻ നിങ്ങളെ ആ സംഭവം പറ്റി അന്ന് പോയസം വെച്ച് കൊന്നിട്ടുണ്ട്. എന്നിട്ടത് ICU യൂണിറ്റിലവിടെ കയറ്റിയിടും. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ഇങ്ങനെ നടത്തു പോകണ്ടോ? അത്ര വലിയ ലെവൽ. ഇതിപ്പോൾ ഇവിടെ ഞാൻ നാട്ടുകാരോട് ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. നാട്ടുകാരോട് ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഞാൻ ടെക്നോളജി മേധാവിയാണ്. ഈ സാധനം നിങ്ങൾ തന്നതല്ല, ഇത് വേറെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ മുന്നിലൊക്കെ പറയുന്നുണ്ട്, പല ആളുകളും പറയും ഞാൻ അങ്ങനെ പേടിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ, അതായത് 1 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ പൊന്നാലിയിൽ മീൻ മേടിക്കാൻ വേണ്ടി പോയി. അതിൽ കുറച്ച് ചെമ്മീൻ കിട്ടണം. ചില സമയത്തൊരു വാശിയാണ്. അതിൽ പോയി മീനിനെ കരക്ക് വരുത്താനും അറിയാനിട്ടല്ല, കരക്ക് വരുത്താനും മീനിനെ അറിയാനിട്ടല്ല, ഞാൻ കൊണ്ടില്ല. ചില സമയം അങ്ങനെയൊക്കെ ഒരു സാറായുണ്ട്. അപ്പോൾ ഇവർ കൊണ്ടിട്ട് നോക്കട്ടെ, ഈ മീനെ പറ്റി ഇവർ വരുന്നതും അത് പിടിക്കണമൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ അതിൻ്റെ വക്കത്തവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എൻ്റെ പേരക്കുട്ടികൾ വിളിച്ചിട്ട് വീഡിയോ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ പിടിക്കാൻ. ഇവർക്ക് അതാണ് തെറ്റി. മുക്കന്മാർക്ക് വിവരമില്ലാത്തവരല്ലേ എന്നോട് കയറിക്കാൻ നിന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്താ ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ പിടിച്ചാൽ ഇങ്ങനെയൊക്കെ ഒന്നും. വീഡിയോ ഞാൻ പിടിക്കണത് എൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, മനസ്സിലായില്ലേ? അതിൽ കള്ളത്തരമൊന്നുമില്ല കാര്യമാണ്. പിന്നെ വീഡിയോ പിടിക്കണ്ട എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങളത് കൈകാര്യം ചെയ്യുന്നു പറഞ്ഞു. അതായിക്കോട്ടെ, നിങ്ങൾ കൈകാര്യം ചെയ്യണമല്ലോ. ഞാൻ ചെറുതായിട്ടൊന്നും കൈകാര്യം ചെയ്യാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് കൈകാര്യം ചെയ്യണോണ്ട് നിങ്ങളോടൊരു ചെറിയ സൂചന പറയാം. ഈ കടലിൻ്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ ഒരാൾക്കും കടലിൽ പോകണവർക്കും മീൻ കിട്ടരുത്, ഒരു പിന്നെ വണ്ടിയിലേക്ക് കയറ്റരുത്, കംപ്ലീറ്റ് അടിച്ച് പൊളിച്ചാലെന്ന് കടലിനോട് ഇവിടെ നിന്നിട്ട് ഇപ്പം പറഞ്ഞാൽ അതാ നടക്കും. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്ന് നിന്നൊക്കെ തോണിയൊക്കെ വേഗം വെള്ളത്തിൽ ഇറക്കി വേഗം സ്ഥലം വിട്ടു വേഗം കാലിയാക്കിയെന്ന് മാത്രമല്ല, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞോളൂ, ചെയ്തിട്ടില്ല. ചെയ്യാൻ എനിക്ക് അറിയായിട്ടൊന്നുമല്ല, അവിടെ ചെയ്തിട്ടില്ല. അതാണ് നമ്മുടെ ചരിത്രം. അപ്പോൾ ഞാൻ ഇനി നിങ്ങളോട് പറയണത്, ഇപ്പോൾ 12 മിനിറ്റായി, രാത്രി ഏകദേശം 3:45 1 മണിക്ക് അടിച്ചാണ്. പിന്നെ എന്നെ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾ കൈ പൊന്തിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ ടെക്നോളജി മേധാവിയാണ്. നിങ്ങൾ തരുന്ന ഈ അധികാരം കൂടിയിട്ട് നിങ്ങളെ ഇഞ്ചക്ഷൻ വെച്ച് കൊല്ലുന്നത് നിർത്തലാക്കാൻ പറ്റും. തെരുവിലിറങ്ങിയിട്ട് മുഖ്യമന്ത്രി പദങ്ങളും ഭരിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ പറ്റും. അതിൽ 1-2 കൂടി കൂട്ടേണ്ടത് വന്ന് കിടക്കേണ്ടത്. ഞാൻ ഓരോ സമയത്ത് കാണണം. അതിൽ പ്രധാനമായിട്ട് ഈ സാധനം തന്നെയാണ്, ഡോക്ടർമാരുടെ മരുന്ന് തട്ടിപ്പ്, നുണ പറഞ്ഞ് പറ്റിക്കുന്നത്. പിന്നെ പുതിയ കണ്ടുപിടുത്തം നടക്കുന്നവർക്ക് പിന്നെ അവർക്ക് ടെമ്പറവറി ലൈസൻസ്, പുതിയ ബസ്സിന് ടെമ്പറവറി പെർമിറ്റ്, ഇങ്ങനെ എല്ലാ നാട്ടിലും എല്ലാ വാർഡിലും വലിയ റോഡുമെന്നൊഴിച്ച് ഒരു 30 മീറ്ററോളം ഒഴിവാക്കിയിട്ട് പലതരം തൊഴിൽ ചെയ്യുന്ന കമ്പനികൾക്ക് അനുമതി കൊടുക്കും, അത് കൊണ്ടുവരികയും ചെയ്യും. ഇതിൽ ജോലി ചെയ്യുന്നവർ ഇവിടെ സമരം ബന്ധം വാർത്താനം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, കള്ളത്തരം ചെയ്യാനും സമ്മതിക്കില്ല. അത് എവരെയായാലും തേടി പിടിക്കും. പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ജോലി ചെയ്തിട്ട് എല്ലാ വീട്ടുകാരനും എല്ലാ ദിവസവും ഒരു 1,500-1,800 രൂപ കയ്യിൽ കിട്ടാനുള്ള, ഓരോ ദിവസം അല്ലെങ്കിൽ മാസത്തിലെ തവണ കിട്ടാനുള്ള പണികളെടുക്കും. മദ്യം ലോട്ടറി കംപ്ലീറ്റ് ഇല്ലായ്മ ചെയ്യും. കംപ്ലീറ്റ് മയക്കുമരുന്ന് എങ്ങാനും ആരെ കൊടുന്ന് എന്താണെന്ന് അറിഞ്ഞാൽ അതിന് ഇവിടെ ഒരു വിവാഹത്തിന് നിയമിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഞാൻ അവർക്ക് എന്തെങ്കിലും താറാറ് വരെ ഏത് അർത്ഥ പതരക്കും ഞാൻ ഇറക്കും.
ഞാൻ ഇറങ്ങും. കാരണം ഞാൻ ഇതുപോലെ ഇപ്പം ലേശം കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് കുടിക്കട്ടെ. അപ്പം സമയം രാത്രി 1 മണിക്ക് അടിച്ചാണ്. ഇപ്പോൾ 3:40 മനസ്സിലായോ? അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാൻ ബി ജെ പിയുടെ വക്താവായിട്ടേ വരും, ബി ജെ പിക്കാരായിട്ടേ വരും. ബി ജെ പി നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊന്നും എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഞാൻ കണ്ണും വീട്ടില്ലായ്മ ചെയ്യണമെന്നല്ല, എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഉത്തരേന്ത്യയിൽ നടക്കുന്ന അക്രമം കൊലപാതകങ്ങളും ഒക്കെ അത് ബി ജെ പിയുടെ അല്ല, അത് ബി ജെ പിയുടെ അല്ല, അതിൻ്റെ യഥാർത്ഥക്കാരെ പിടിക്കുക, അത് ജനങ്ങളാണ് കൈകാര്യം ചെയ്യുക. കാരണം ഞാനത് കണ്ടെത്തിയത് അങ്ങനെ, ജനങ്ങൾ കൈകാര്യം ചെയ്യുക. കാരണം ജനങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് 1-2 കാര്യത്തിന് ചെറിയൊരു മടിയും പേടിയുണ്ട്. പൊതുജനം അവരൊന്നായിട്ട് മേക്കെട്ട് വരുമോ, ഒന്നായിട്ട് താറാണ്ടാക്കുമോ, ഒന്നായിട്ട് ഇങ്ങനെ വരുമോ അങ്ങനെ വരുമോ എന്നൊക്കെയുള്ള പേടിയാണ്. അതാണ് സംഭവം. അതിലൊരു പറയുന്നതിൽ തെറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ കാരണം പിന്നെ നുണ പ്രചരിപ്പിക്കാൻ ഇത്രയും നല്ല സമർത്ഥന്മാർ ലോകത്തൊരുത്തിനും പാടില്ല. ഈജിപ്തിലാണ് ഏറ്റവും വലിയ നുണ പറയുന്നത്, ബംഗാളികളാണ് ആയിരിക്കും ഏറ്റവും വലിയ നുണ പറയുന്നത്, പാകിസ്ഥാനികളാണ് ആയിരിക്കും ഏറ്റവും വലിയത്. എന്നാൽ കേരളക്കാർ നുണ പറയാണോ എന്ന് നിങ്ങൾ നോക്കുക. മുസ്ലിം പണ്ഡിതന്മാരാണ് മറ്റുള്ളവരുടെ അസീലെടുത്തിട്ട് ഫോണിൽ കൂടെ കയറ്റി അത് പാണക്കാട് തങ്ങളെയാണ്, മുഹമ്മദ് മാനുവിൻ്റെയാണ്, എന്നുവെച്ചാൽ എൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റി വിടണം. ഇത് UAE കയറി ഖത്തറിൽ കയറി എന്ന് പറഞ്ഞപ്പോഴാണ്, അത് ഇവിടുത്തെ ബി ജെ പിക്കാർ പിടിച്ചപ്പോഴാണ് അത് പ്രശ്നമായത്. ഇപ്പോൾ ഓലല്ല ബലല്ല. അതുകൊണ്ട് ഈ സാധനം, ഈ കള്ളത്തരം ചെയ്യുന്നവരെ, അതായത് നിങ്ങളെ രോഗമില്ലാത്ത ആളുകൾ ബോധം കെട്ടിട്ട് അതിന് 2 ദിവസം മരുന്ന് തരുന്നതിന് പകരം നിങ്ങളെ ഇഞ്ചക്ഷൻ വെച്ച് ബോധം കെടുത്തിയിട്ട് കൊല്ലാൻ വേണ്ടി സൂചി വെച്ച് കൊന്നിട്ട് അതിൻ്റെ പാർസൽ അറുത്ത് വിൽക്കുന്ന വിഭാഗത്തിനെ നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, യാതൊരു വിരോധമില്ല. അത്രയും വലിയ കള്ളത്തരാണ് മെഡിക്കൽ വിഭാഗത്തിൻ്റെ ഇടയിൽ മലയാളികൾ എല്ലാ മേഖലയിലും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതിന് പരിഹാരം, അതിന് മാത്രമല്ല പരിഹാരം കുറച്ചെങ്കിലും, മുഴുവൻ കഴിയുന്ന എന്നൊന്നും ഞാൻ വിചാരിക്കണില്ല. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലായിട്ടുണ്ടോ, പിന്നെ കാത്തൊപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കട്ടൊപ്പിക്കാൻ സിമ്പിളായിട്ട് സാധിക്കും. കാത്തൊപ്പിക്കാൻ വളരെ പ്രയാസമാണ്. എന്നാലും നമുക്ക് നോക്കാം. കാരണം നമ്മളിത്രയും ശക്തമായിട്ട് ഇതിലിറങ്ങി വരുന്ന ഫോഴ്സിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇരട്ട ചങ്ങന രാഗിൻ്റെ പേടിയാണ്. ഞാൻ പേടിയൊന്നും എന്നോട് പറയണ്ട. കാരണം എന്നോട് പറയേണ്ടത് മാത്രമല്ല, ഏത് പാതിരക്കും ഞാൻ 24 മണിക്കൂർ വർക്ക് ചെയ്യും, 24 മണിക്കൂർ വർക്ക് ചെയ്യും. പിന്നെ ഏതെങ്കിലും സമയം ഉറക്കത്ത് പെട്ടെന്ന് ചങ്ങനാൽ സഹിച്ചാൽ അത്രയേ പറ്റുള്ളൂ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമെങ്കിൽ സൂക്ഷ്മതയോടെ. അതേ സ്ഥാനത്ത് എൻ്റെ കുറച്ച് പട്ടാണി കുട്ടികളുണ്ട്, കുറച്ച് BJP കുട്ടികളുണ്ട്. ഇവരൊക്കെ കൂടിയിട്ട് അവർ കണ്ട കമ്പ്യൂട്ടറിൽ നിന്നുള്ള യഥാർത്ഥ വിവരങ്ങൾ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അവരെ ഞാൻ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 24 ലക്ഷം രൂപ എടുത്ത് കൊടുത്തിട്ടെന്നല്ല അവർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഒരു ചെറിയ പണി ഞാൻ അവരെ BJP ഇതിൽ വന്നാൽ അവർക്ക് ചെറിയൊരു പണി ചെയ്യും. പിന്നെ എല്ലാ തെരുവിൽ ഇതാക്കുന്നവർക്കും ഒരു 30,000 രൂപ ഈ ആയിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് എടുത്ത് കൊടുക്കും. 30,000 രൂപ. അത് ഇതിൽ മാത്രമല്ല, മറ്റുള്ളവർക്കൊക്കെ. അത് 30 ലക്ഷം എന്നല്ല, 30,000 രൂപ എന്ന് പറഞ്ഞാൽ മാസത്തിൽ 30,000 രൂപ ഒന്നുമില്ല. ഒരു പഞ്ചായത്ത് മെമ്പർക്ക് 50,000 രൂപ ഉണ്ട്, ഒരു നേഴ്സിന് 50,000 രൂപ ഉണ്ട്. അതിൻ്റെ പകുതിയുള്ള സാധനം. പക്ഷേ ഈ പാവങ്ങളും ജീവിക്കട്ടെ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? BJPയുടെ കാര്യങ്ങൾ നടത്താൻ BJPയുടെ ഉള്ളിലുള്ള കുട്ടികൾ ഇപ്പോൾ ലീഗിൻ്റെ കൈകാര്യങ്ങൾ ചെയ്യുമ്പോൾ യൂത്ത് ലീഗുകാരും ഇടയിലും നിന്നിട്ട് കൈകാര്യം ചെയ്യണില്ലേ, അതിന് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ അശീലങ്ങൾ കയറ്റി വിട്ട് നുണ പ്രചരിപ്പിച്ച് വീടടിച്ച് പൊളിച്ചപ്പോഴാണ് ഞാൻ ലീഗർക്കെതിരായത്. അതിന് മുമ്പ് എതിരാവില്ല. ഇപ്പം ഞാൻ പല തവണ തകരാറും പറ്റിയിട്ട് നമ്മുടെ പിന്നെ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനാണ് TP സാജി. വൈസ് ചെയർമാനായിരുന്നു മുമ്പ്, ഇപ്പോൾ ഒറിജിനലാണ്. എന്നിട്ട് ഒരു ജനങ്ങളുടെ ഒരു കാര്യം നടക്കണില്ല, കാര്യം നടക്കണില്ല. ഞാൻ ഇവിടെ എൻ്റെ സ്വന്തം കാര്യങ്ങൾ പോകണം, പബ്ലിക് കാര്യങ്ങൾ പോകണമെന്നൊക്കെ ചെന്ന് പറഞ്ഞിരുന്നു. അതിനയാൾ തിരിഞ്ഞു നോക്കിയില്ല. അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾ കണക്കാക്കേണ്ടത്, കോൺഗ്രസിനെയും CPMനെയും ലീഗിനെയും നിങ്ങൾ ഭരണം ഏൽപ്പിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം
നായിന് രോമുണ്ടായിട്ട് അമ്പിട്ടാനെന്ത് കാര്യമാണ്? എൻ്റെ വീട് കത്തിപ്പോയിട്ട് ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരു ഉറുപ്പ്യ തരില്ല എന്നാ എന്നോട് നേരെ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു ഒറ്റ ഉറുപ്പ്യ തരില്ല. ഞാനത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആലോചിക്കുക. പിന്നെ ഇത് ഇങ്ങനെ പറയണമെന്നും ഉണ്ടായിട്ടല്ല. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ കൈ പൊന്തിച്ച് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. ഒന്ന്, ഇത്ര സൂചി വെച്ചിട്ട് തയ്യാറ് ചെയ്യുമ്പോൾ ഞാനത് കയറി പരിശോധിക്കും. അത് കയറി പരിശോധിച്ചിട്ട് അതിന് വേണ്ടുന്ന നടപടികൾ ചെയ്യും. കള്ളത്തരം ചെയ്തിട്ട് ആരെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ മുഴുവൻ CCTV വേണം. CCTV പരിശോധിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട്, അതൊക്കെ എൻ്റെ പട്ടാളി കുട്ടികളും എൻ്റെ BJP കുട്ടികളും മണിയായിട്ട് കൊടുന്നു തരും. മണിയായിട്ട്. കാരണം BJPക്കാരുടെ ഇടയിൽ ഒരു വെള്ളം കുടിക്കാൻ ഗതിയില്ലാത്ത ഒരുപാടെണ്ണം ഉണ്ട്. അത്തരക്കാർക്കൊക്കെ ഒരു ചെറിയ വെളിച്ചം കാണണം. ചെറുത് വല്ലാതെ ഒന്നും കിട്ടില്ല, ചെറുത് ഒന്ന് പ്രകാശിക്കാനുള്ളത് ചെയ്യും. അത് ചെയ്യുന്നത് മറ്റുള്ളവരെ നശിപ്പിച്ചിട്ടൊന്നുമല്ല, അല്ലാതെ മനസ്സിലായില്ലേ? അതിന് ഞാൻ അവരെ ശരീരം കണ്ടിട്ടൊന്നുമല്ല. അതൊന്നും ആരും കരുതണ്ട, ആ പണിയിലൊന്നും വരണ്ട. എനിക്ക് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നിയമം അറിയാം. അതുകൊണ്ട് നിയമം അനുസരിച്ച കാര്യങ്ങളിൽ കൂടെ കാര്യങ്ങൾ പോകും. അത് നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ വഴി കൂടെ പോകും. കാരണം നിങ്ങൾ പറയാണ് വേണ്ടത്. പൊതുജനങ്ങളുടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയ പറയുന്നത്, സോഷ്യൽ മീഡിയയിലുള്ള ഒരു നായിനും ഞാൻ വിശ്വസിക്കില്ല. എന്താ കാരണം? എനിക്കൊരു പിന്നെ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും ഈ ലോകത്തുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യാത്ത, എന്നിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എൻ്റെ വെള്ളപ്പാണ്ടിന് മരുന്ന് തരാം. ഈ പറയണവന് ഒരു മുള്ളു മരുന്ന് നിൽക്കുമ്പോൾ അതും കൂടി എടുത്തിടാത്ത നാരുകളാണ് പറയുന്നത്. ഇപ്പോൾ ഓരോ സാധനം നമ്മൾ വന്ന് കാണുന്നുണ്ട്. ഒരുപാട് അപകടം പറ്റിയിട്ട് ആ അപകടം പറ്റിയ ആളെന്ന് കൈ പിടിച്ച് മേൽക്കയറ്റാൻ അവർക്ക് കഴിയാണ്ട് അത് വീഡിയോ പിടിച്ച് വിടുക, എന്നിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുക. ഞാൻ റീച്ചിനൊന്നും വേണ്ടിയിട്ടല്ല, എനിക്കിതൊന്നും കിട്ടണില്ല അങ്ങോട്ട് ചിലവാക്കുക. കാരണം എന്നെ ആരും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഞാൻ സത്യത്തെ പോലെ ഇങ്ങനെ തുറന്നടിച്ചുകൊണ്ടിരിക്കില്ല. അതെല്ലാവർക്കും മോശമാണല്ലോ. അപ്പോൾ നിങ്ങൾ കണക്കാക്കണം. പിന്നെ ശരിക്ക് ഈ കാര്യത്തിന് ഒരു തീരുമാനം വേണം. അതുകൊണ്ട് ഇത്തവണ BJPക്ക് കാരണം 140 മണ്ഡലത്തിൽ നിന്നും വിജയിച്ച സാധ്യത വേണം. 40% വോട്ടൊക്കെ CPMന് കിട്ടും. കാരണം അവർ പൈസയൊക്കെ ഒരുപാട് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് പോരാ, 25,000 രൂപ പെൻഷൻ, അതുപോലെ മരുന്ന്, പിന്നെ ആവശ്യത്തിന് മരുന്ന്. നിങ്ങളെ സൂചി വെച്ച് കൊല്ലുന്ന സമ്പ്രദായത്തിൽ നിന്നാണ് ഇപ്പം ഞാൻ കയറി ഇടപെടുന്നത്. ഇതിന് നിങ്ങൾ ആരെ തിരഞ്ഞെടുത്തിട്ട് അവർ കൊണ്ടുവരില്ല, അവർക്കത് നോക്കാനറിയില്ല. അപ്പോൾ ഏറ്റവും തിരുവനന്തപുരത്ത് നിൽക്കുന്ന പിന്നെ കുമ്മനം രാജശേഖരനാണ് ഏറ്റവും പാവം ഉള്ള ഒരാൾ ഈ ഇലക്ഷനിൽ നിൽക്കുന്നതിലുള്ളത്. ഏറ്റവും പാവമുള്ള അയാൾ ഒരുപാട് തവണ ഒരുപാട് കാര്യങ്ങൾ എന്നിട്ട് അതൊക്കെ പാവപ്പെട്ടവന് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് വൃത്തിയായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഈ ഭരണമൊക്കെ കേൾക്കാം. അയാൾക്കുള്ളത് ആകെയുള്ള വീടും പറമ്പൊക്കെ പാടെ 5 ലക്ഷം റുപ്യയുടെ 5 ലക്ഷം. പിന്നെ ഗവൺമെൻറ് വീട് കൊടുക്കണ തന്നെ 23 ലക്ഷം റുപ്യയുടെ. അപ്പോൾ അതിനും കൂടി ഉള്ള വരുമാനം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ഈ കാണിക്കുന്നത്. ഇത്തരക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇത് അതിന് മാത്രമല്ല കേട്ടോ. മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്, ലീഗിലുണ്ട്, ഇതിലും ഫക്കീറായാലും നല്ല കഴിവുള്ളവരുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത്തരക്കാർ കയറിയിട്ട് വന്നിട്ട് ചെയ്യണം. അതിൽ കുറച്ച് മോശമുള്ള ആളുകൾ, അതിപ്പോൾ എല്ലാ വിഭാഗത്തിലും മോശമുള്ള ആളുകളുണ്ടാവില്ല. അതിൽ കുറച്ച് മോശമുള്ളവരുണ്ട് BJPയിലും. അവരെ കൊണ്ടുവരാതിരിക്കാനൊന്നും പറ്റില്ല. പിന്നെ അവരവരെ തെറ്റുകൾ തിരിച്ചറിഞ്ഞാൽ നടക്കും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. എന്നെ നിങ്ങൾ കൈ മുതച്ച് തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ തൊഴിൽ സ്ഥാപനങ്ങളുടെ മുഴുവൻ ഞാൻ ഇടപെടും, മരുന്നിന് മുഴുവൻ ഇടപെടും, വയസ്സന്മാരുടെ മുഴുവൻ കാര്യത്തിൽ ഇടപെടും നേരിട്ട്, ഒരു വളച്ചലില്ലാണ്ട്. അതുപോലെ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ, 5ാം ക്ലാസ്സിൻ്റെ മുകളിൽ സ്കൂൾ പഠിക്കുന്നവർ, അതുപോലെ ഭർത്താവിനെ കൊണ്ട് നടക്കുന്ന വീട്ടമ്മനെ, ഭർത്താവിനെ കൊണ്ട് നടക്കുന്ന ഭർത്താവിന് ആനയാണ്, ആ ആനയ്ക്ക് തോട്ടി വലിച്ചിട്ട് കൊണ്ട് നടക്കൽ ചില ഭാര്യമാർ. 2ഉം 3ഉം കുട്ടികളുണ്ടായി, 4ഉം 5ഉം കുട്ടികളുണ്ടായി ജീവിക്കാൻ പാടില്ലാത്ത വീട്ടമ്മമാർക്ക് 5,000 രൂപ അത് മിക്ക മാസങ്ങളും കൊടുക്കണം എന്നാണ് അഭിപ്രായം. മനസ്സിലായില്ലേ? പിന്നെ അത് മാത്രമല്ല, ഈ കുട്ടികളെ കുറച്ച് മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ കൂടെ കൊടുത്തിട്ട് ഒരു 2-3 മണിക്കൂർ പണിയെടുത്തിട്ട് ഒരു 500 രൂപയുടെ പൈസ അവർക്ക് കിട്ടാൻ തരത്തിൽ. 500 രൂപ ഒന്നുമില്ല, പക്ഷേ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു. മനസ്സിലായില്ലേ? എൻ്റെ കയ്യിനെ തൊഴിൽ ചെയ്തിട്ടുള്ള തായമ്പ
നല്ല മിഷ്യൻ കല്ല്, നല്ല കരിങ്കല്ല് അടിച്ച് പൊട്ടിച്ചിട്ടും പണിയെടുത്തുള്ള തയമ്പ ഈ മനസ്സിലും അതാ. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കടന്നു നോക്കണം. ഞാൻ ഈ ജീവിതത്തിൽ ഇന്ന് വരെ ആരോടാ തെറ്റ് ചെയ്തത് നിങ്ങളൊന്നെടുത്ത് ബോധിപ്പിക്കണം. ആരോടെങ്കിലും ഒരാളോട്. മനസ്സിലായില്ലേ? എനിക്ക് ചെയ്യാനറിയേണ്ടതൊന്നുമല്ല, ഞാനത് ചെയ്യാൻ മെനക്കെട്ടില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വേറെ ഒരു വജ്രായുധമുണ്ട്, വളരെ വലുത്, വില കൂടിയത്. അതെടുത്ത് പ്രയോഗിക്കും. ഇതിന് മുമ്പ് പലതവണ പ്രയോഗിച്ചിട്ടുണ്ട്, അതെനിക്ക് ഉപകരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഇന്ന് ആ വജ്രായുധം പ്രയോഗിക്കുക കാരണമാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി മുസ്ലിം പണ്ഡിതന്മാരും തരിപ്പണായിട്ടുള്ളത്. യാതൊന്നും ചെയ്താലും പട്ടി പലാടിയന്മാരാവണതിൻ്റെയൊക്കെ കാരണം അതാണ്. അപ്പോൾ 25 മിനിറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല വൃത്തിയായി കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കൈ പൊന്തിച്ച് ഇത്തവണ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഹിസ്റ്ററി മാറ്റിയിട്ട് കേരളത്തിലെ എല്ലാ സ്ഥലത്തും എന്നെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കണം. 14 ജില്ലയിൽ പോരാ, ലോകത്തുള്ളവർ കംപ്ലീറ്റ്. അപ്പോൾ അതിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ഇന്ന് പ്രവാസി മലയാളികൾക്ക് കിട്ടാത്ത പല കാര്യങ്ങളും പുറത്തേക്ക് വരും. 2 നോർക്ക എന്ന് പറഞ്ഞ സാധനം തട്ടിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇൻഷൂറും MMSനൊരു നമ്മുടെ കുറച്ച് ഇതിൻ്റെ പൈസ ആയിട്ട് പോയിട്ട് LIC കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ പുറത്തേക്ക് വരും. അതുമാത്രമല്ല, ഇങ്ങനെ പുറത്തേക്ക് വരേണ്ട ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ മണിക്കൂർ കൊണ്ട് കൊണ്ടുവരും. അല്ലാണ്ട് അത് കാത്ത് ആ കോടതി പറഞ്ഞു ഈ കോടതി പറഞ്ഞു എന്നിട്ട് അത് ആദ്യം വിളിച്ച് സീസ് ചെയ്യും. ബാക്കിയൊക്കെ നിങ്ങൾ പോയിട്ട് തീരുമാനിച്ചിട്ട് വരണം. തീരുമാനിച്ചിട്ട് വരുമ്പോൾ ഇതിൻ്റെ ചുറ്റുപാടായിട്ട് വേണ്ടേ, അതിന് അവിടെയും നമുക്കൊരു തീരുമാനം ഉണ്ടാവും. നിങ്ങളുടെ അക്കയിൽ എന്താണെന്ന് നമ്മൾ ശരിക്കാണ് പരിശോധിക്കും. അതാണ് കാര്യം. അപ്പോൾ അതിൻ്റെ അവസരമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ തരില്ല എന്നൊക്കെ എനിക്കറിയാം, നിങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ടല്ലേ കേരളത്തിൽ ഒരൊറ്റ തൊഴിൽ സ്ഥാപനം, ഒരു കൊപ്പരാട്ടിന മില്ല് പോലും ഇവിടെ ഇല്ലാണ്ട് പോയത്. ഒരാൾ കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. ഒരു മുറുക്കാൻ കണക്ക് ലൈസൻസ് ഇല്ലല്ലോ. ഒരു സാധനത്തിനും ഇവിടെ കൊടുക്കില്ലല്ലോ. അതിന് വിവരമുള്ളവർ ആരും ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വിവരമില്ലാന്നേ. ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ ചോര ഊറ്റി കൊടുക്കാൻ വേണ്ടി നിൽക്കുക, അല്ലാണ്ട് പറ്റില്ല. ഞാൻ മാത്രമാണ് പറയുന്നത് ഉദ്യോഗസ്ഥൻ്റെ വോട്ട് വേണ്ടാന്ന്. അതായത് കല്യാണം കഴിക്കില്ല എന്ന് തീരുമാനിക്കുന്ന പെണ്ണുങ്ങളുടെ വോട്ട് വേണ്ട. ഇപ്പോൾ പെണ്ണുങ്ങൾ വിളിച്ചിട്ട് മരുന്നിന് പറയുമ്പോൾ ഞാൻ പെണ്ണുങ്ങൾക്ക് മരുന്ന് കൊടുക്കില്ലാന്ന് പറഞ്ഞു. എന്താ കാരണം? എന്നോട് വീരവാദം അളക്കാൻ വന്നു. വീരവാദം അളക്കാൻ വന്നു വീരത്തിലെ സാർന്ന് പറഞ്ഞു, പോയി പണിയാക്കാൻ പറഞ്ഞു. ഓല എവിടെ പോയിട്ടാണ് പണിയാക്കാൻ നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ? ഒന്നും എനിക്ക് പറ്റില്ല. കാരണം സൂചി വെച്ചാണ് കൊല്ലുവരെ. ഒരു നിയമത്തിനും സഹായിക്കില്ല. ഇപ്പോൾ ഈ തീരുമാനം വന്നാൽ എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെ ഭൂരിഭാഗത്തിന് ഒരു സൂചി വെച്ച് കൊല്ലും. മനസ്സിലായില്ലേ? ഇപ്പം ചെയ്തോലൊക്കെ ഹിന്ദുക്കളാണ്. ഇന്നത് നേരെ ഉൾട്ട വരും. ഇപ്പം തന്നെ വരും, അല്ലാണ്ട് അധികം താമസിച്ചില്ല. നിങ്ങളെന്നെ തിരഞ്ഞെടുത്ത് ഞാൻ കയറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും വരും. ഞാൻ അധികാരം ഏറ്റെടുത്ത് പിന്നെ അധികാരത്തിലേക്ക് നിങ്ങൾ തന്ന അധികാരം 15 ദിവസം കഴിയുമ്പോഴാണ് അധികാരത്തിൽ വരിക. ആ അധികാരത്തിൽ വന്നിട്ട് ഞാൻ ഉണ്ടാവുക തിരക്ക് കുറഞ്ഞ എല്ലാ റോഡിലും കേരളത്തിൽ പിന്നെ എൻ്റെ ഞെടിയകുന്ന്, ഞാൻ ഇരിക്കുന്ന ഞെടിയകുന്ന് അടക്കം 16 ജില്ലകളും ആ ജില്ലയിലൊക്കെ പ്രധാന, അതായത് ആൾ തിരക്ക് കുറഞ്ഞ റോഡിൽ കൂടെ മുഖ്യമന്ത്രിയും സന്നാഹങ്ങളും അടങ്ങിയുള്ള ഒരു വണ്ടി നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ ഇവരെല്ലാവരും കേൾക്കും. ഫോണ് സ്വകാര്യമല്ല, ഇവിടെ പരസ്യമായിട്ട് കേൾക്കും. അതിൽ വരുന്നത് അപ്പം തന്നെ അത് ഓർഡർ ചെയ്യും ആ സെക്കൻഡിന്. അതായത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. രണ്ടാമത്തത്, ഏത് കാര്യത്തിനും അത് അപ്പം പരിഹാരം. അപ്പം പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു വിഷയമുണ്ട്. ഇതിൻ്റെ കുറച്ച് പട്ടാണി കുട്ടികളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് BJP കുട്ടികളുണ്ട്. ഇവർക്ക് രണ്ടാൾക്കും 2 നയമുണ്ട്. ഈ 2 കൂടി ഞാൻ ഒന്നാണ്ട് കുളത്തമ്മ എന്നൊരു കോത്തിയിടും. പിന്നെ നിങ്ങൾക്കറിയാത്ത ചില വിഷയങ്ങളുണ്ട്. അതെന്താണെന്നറിയോ? അതെന്താ? നിങ്ങൾ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അവർ വെടിയേറ്റ് മരിക്കും. ഭീഷണി ഉണ്ടാക്കുന്നത് ഒരു പരിപ്പും നടക്കില്ല. നേരെ മറിച്ച് ന്യായമുള്ളവനക്ക് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ എൻ്റെ ഭാഗം പരിശോധിച്ചോളി എന്ന് പറഞ്ഞവർക്ക് നേരെ കയറി നിൽക്കാം. എന്നിട്ട് അവർ പറയുന്നത് കംപ്ലീറ്റ് പിന്നെ നിങ്ങൾക്ക് ആർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും ഞാൻ ചിരിച്ചിരുന്നിട്ട് കേൾക്കും. ഞാനല്ല കേൾക്കണം, എൻ്റെ സന്നാഹം ഫുള്ളായിട്ട് ചിരിച്ചിരുന്നിട്ട് കേൾക്കും. വീരത നോക്കാനുള്ളത് നിങ്ങളീ പറഞ്ഞാൽ ശരിയുണ്ടോയെന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കും. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നസാണി പറഞ്ഞു തന്നു.
പിന്നെ എന്തോ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് ഫുള്ളായിട്ട് കേട്ടില്ല. അതെൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതിയെന്ന്. അപ്പം മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, മറുപടി നേരിട്ട് പ്രതീക്ഷിക്കണ്ട. കേൾക്കാനേ എനിക്ക് അധികാരമുള്ളൂ, കേൾക്കാനേ അധികാരമുള്ളൂ. നിങ്ങളെ നശിപ്പിക്കാനുള്ള അധികാരം നിങ്ങൾ തന്ന അധികാരത്തിൽ ഇരുന്നിട്ട് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയില്ല. മറുപടി പറയേണ്ടത് എൻ്റെ നിയമമാണ്. അതിന് ഈ പറയുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 30ഓളം ഡയറക്ടർ ജനറൽമാർ 4 പുറം ഇരിക്കുന്നുണ്ട് പല വിഭാഗത്തിന്. അവരൊക്കെ പാടെ ഓരോരുത്തരുടെ വകുപ്പിൽ നിന്ന് അതെടുത്തിട്ട് അത് ഇന്ന മാതിരിയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാവാത്ത ചില കാര്യങ്ങളുണ്ടാവും. അത് ഞാനപ്പം പറയാതെ ശരിയാവില്ല. പിന്നെ അത് ശരിയാവണം എങ്ങനെ, അതാണ് ശരിയാക്കേണ്ടി വരും. ഇവിടെയാണ് മിടുക്ക്. ഇപ്പം നിങ്ങളൊരു പോലീസിനൊരു പരാതി കൊടുത്തിട്ട് അതെടുത്തിട്ടില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. പോലീസ് പരാതി ഇല്ലെങ്കിൽ ആരാണ് ആ പോലീസുകാർ? അവരോട് രംഗത്ത് വരാൻ പറയും. രംഗത്ത് വരണം. എന്താ നിങ്ങളെ അവർക്ക് തരാറ്? ഈ യൂണിഫോം പെയിൻ്റ് അടിച്ച് വെച്ചാണോ? നിങ്ങൾ വാങ്ങുന്ന ശമ്പളം തമാശ കളിക്കാനുള്ളതാണോ? ഇത് രണ്ടും നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്കൊരു അച്ഛനും അമ്മയില്ലേ, അവരെ രീതി വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? മാറിക്ക്. ഞാൻ എന്തായാലും യൂണിഫോം ഇടണ്ട, നമുക്ക് ശമ്പളമില്ല എന്നവരോട് കൃത്യമായിട്ടാണ് പറയുക. വിളിച്ച് വരുത്തിയിട്ടാണ് പറയാം. മനസ്സിലായില്ലേ? ഇതിലെന്താ ആവണമെന്ന് നിങ്ങൾ നോക്കണം. അതായത് ജോലി കിട്ടാൻ മാത്രം പോരാ, എല്ലാവരും ജോലി ചെയ്യണം. ഞാൻ 16 മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കണം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് രാത്രി 1 മണിക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ പറയുന്നത് സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വീകരിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. കാരണം നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഞാൻ ചികിത്സ ചെയ്തില്ലെങ്കിൽ, മരുന്നില്ലെങ്കിൽ അവർക്ക് യാതൊരു രക്ഷയില്ല. മാത്രമല്ല പിന്നെ 99% പെണ്ണുങ്ങളെയും വിഷം വെച്ച് കൊല്ലും. പെണ്ണുങ്ങളെ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ കുട്ടികളെ, പിന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സജ്ജമായി കഴിഞ്ഞു. കാരണം ഇതൊരു തട്ടിപ്പ് കേന്ദ്രമാണ്. അതിന് നുണ പറഞ്ഞിട്ട് പറ്റിക്കാൻ അവർ 35,000 കോളേജിൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പഠിപ്പിച്ചു. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ല. എന്തായാലും നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഇഞ്ചക്ഷൻ കൊണ്ടോ ഒരു ഗുളികയും കൊണ്ടോ അല്ലെങ്കിൽ 1 ഔൺസ് കഷായം കൊണ്ടോ നിങ്ങളുടെ രോഗം മാറില്ല. മനസ്സിലായില്ലേ? ചിലവർക്ക് 30 ലിറ്ററും ചിലവർക്ക് 50 ലിറ്ററും കഷായം ഉപയോഗിക്കേണ്ടി വരും. 2 മാസം അരച്ച മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. ഇതൊരു നഗ്ന സത്യമാണ്. അതേ സ്ഥാനത്ത് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആ എല്ലൊക്കെ പൊട്ടിയവർക്ക് പിന്നെ ഒരു 50,000 രൂപയുടെ 75,000 രൂപയുടെ മരുന്ന് മോളിൽ കൂടെ തരേണ്ടി വരും. അത് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ 2 ഭാഗം പറഞ്ഞത്. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം. ഞാൻ 5 വക്ത് നിസ്കരിക്കേണ്ട, എൻ്റെ മുഖത്ത് തയമ്പ് കണ്ടങ്ങൾ ഇല്ല. എന്താ കാണാത്തത്? ഞാൻ ചെയ്യുന്ന 8-9 ഹജ്ജ് ചെയ്തു, അത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്ത കർമ്മത്തിന് എൻ്റെ നിസ്കാരം എനിക്ക് മാത്രം വേണ്ടിയിട്ടാണ്, നിങ്ങളെ കാണിക്കാനല്ല. നിങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് പള്ളിയിലാണ് പോയി അല്ലെങ്കിൽ കിട്ടിയോടുത്ത തലകുത്തി പറഞ്ഞു. ഇപ്പോൾ കുറച്ച് ദിവസം എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പുറത്ത് പണിക്കുന്ന വർഷം നടത്തണം പറയാം. എൻ്റെ നിസ്കാരം ഈ റൂമിലൊക്കെ മതി, ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ അത് ചെയ്യുമ്പോൾ എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അത് ഇവർക്കറിയാത്തൊരു ബുദ്ധിമുട്ട്. ഞാൻ മാത്രമല്ല, മനുഷ്യർ ഒരുപാട് എന്നെ കാണാൻ കഴിവുള്ള ഹൈന്ദവരുണ്ട് ഒരുപാട്. അവരെന്താ ചെയ്യുക? അപ്പോൾ 33-34 മിനിറ്റായി. ഞാൻ മുഹമ്മദ് പട്ടാമ്പി. അസ്സലാമു അലൈക്കും.